നമസ്കാരം. വാർത്താമഴയിലേക്ക് വിശദമായി. 24 മെഗാ ബ്രേക്കിംഗ്. നവകേരള സർവേയിൽ നിയമ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തു. സർവേ റദ്ദാക്കിയ നടപടിക്കെതിരെയാണ് നീക്കം. അലക്സ് റാം മുഹമ്മദാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ അതിവേഗം നീങ്ങുകയാണ്. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി തീരുമാനത്തിനെതിരെ 24 മണിക്കൂറിനുള്ളിൽ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൈക്കോടതി വിധിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ ഈ നിയമപോരാട്ടത്തിൽ സർക്കാർ പറയുന്നത് ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് സർക്കാർ പറയുന്നത് ഭരണപരമായ പ്രശ്നത്തിനപ്പുറം ഹൈക്കോടതി വിധിയിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷനിൽ കേരള സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഭരണഘടനയുടെ 201(5)(b)യുടെ ലംഘനമാണ് നടന്നതെന്ന് SLPയിൽ വാദിക്കുന്നു. റൂൾസ് ഓഫ് ബിസിനസിന്റെ ലംഘനമെന്ന് കോടതി പറയുമ്പോഴും അത് ഏത് വകുപ്പിന്റെ ലംഘനമാണെന്ന് കോടതി വ്യക്തമാക്കുന്നില്ല എന്നാണ് സർക്കാർ പറയുന്നത്. അതായത് സർക്കാർ പറയുന്നത് ഈ നവകേരള സർവേ എന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണ്, അത് ക്യാബിനറ്റ് എടുത്ത തീരുമാനമാണ്, അതിലിടപെടാൻ കോടതിക്ക് അധികാരമില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇത് വ്യക്തമാക്കിയാണ് അപ്പീൽ നൽകിയിട്ടുള്ളത്. ഭരണഘടനാപരമായ വിഷയമാണ്, അത് പരിഗണിക്കണമെന്നാണ് സർക്കാരിന്റെ വാദം. 20 കോടി രൂപയാണ് നവകേരള സർവേക്കായി സർക്കാർ ചിലവഴിക്കുന്നത്. അതിൽ മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയാണ് ഈ നവകേരള സർവേ എന്ന മുഖ്യമന്ത്രിയുടെ ശബ്ദ സന്ദേശമടക്കം പുറത്തു വന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഹൈക്കോടതി വിധിയോടുകൂടി സർക്കാർ പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് സർക്കാരിന്റെ തുടർ നീക്കം, അതായത് നിയമപരമായ സർക്കാർ നീങ്ങുന്നത്. ഉന്മേഷ്, ശരി. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വൻ തിരിച്ചടി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസിൽ ജാമ്യം ലഭിച്ച തന്ത്രി കണ്ഠരര് രാജീവര് ജയിൽ മോചിതനായി. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും സ്വർണ്ണക്കൊള്ളയുമായും തന്ത്രിക്കുള്ള ബന്ധം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ജാമ്യം നൽകിയ കൊല്ലം വിജിലൻസ് കോടതി വിലയിരുത്തി. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറും ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരും ജയിൽ മോചിതനായി. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നതടക്കമുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ തള്ളിയാണ് കൊല്ലം വിജിലൻസ് കോടതി ദ്വാരപാലക കട്ടിളപ്പാളി കേസുകളിൽ ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 41-ാം ദിവസമാണ് തന്ത്രി ജയിലിന് പുറത്തിറങ്ങിയത്. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, കോടതി അനുമതിയില്ലാതെ സംസ്ഥാനം വിട്ടുപോകരുത്, പാസ്പോർട്ട് കെട്ടിവെക്കണം, ചൊവ്വ ശനി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ കേസിൽ 5 പേർ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് ഹൈക്കോടതി വിലയിരുത്തിയെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ ജാമ്യം ലഭിക്കുന്നത് അന്വേഷണ സംഘത്തെ കുഴക്കും. ഈ കേസിന്റെ അന്വേഷണം മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് സാങ്കേതികമായിട്ട് കുറച്ച് പ്രതികൾക്ക് ജാമ്യം കിട്ടി, മറ്റ് പ്രതികൾക്ക് അന്വേഷണത്തിലെ പോരായ്മകൾ കൊണ്ട് ജാമ്യം കിട്ടുന്നു. ഭരണ നേതൃത്വം പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി A. പത്മകുമാറും കോടതിയെ സമീപിച്ചു. നാളെ വിജിലൻസ് കോടതി ഹർജി പരിഗണിക്കും. KP ശങ്കരദാസിന്റെ ആരോഗ്യനില ചൂണ്ടിക്കാട്ടിയുള്ള ജാമ്യ ഹർജിയും ഈ ആഴ്ച കോടതിക്ക് മുന്നിലെത്തും. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൽപേഷിനെ ED വീണ്ടും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തേക്കും. 24 കൊല്ലം, കൊച്ചി. ശബരിമലയിലെ ആടിയ നെയ് ശിഷ്ടം തട്ടിപ്പിൽ പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച വിജിലൻസ്. പ്രാഥമിക അന്വേഷണത്തിൽ 21 ലക്ഷത്തിന്റെ ക്രമക്കേട്. ക്ഷേത്രം സ്പെഷ്യൽ ഓഫീസേഴ്സ് ഉൾപ്പെടെ 33 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത്. വിഷ്ണു സുരേഷുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ നടപടിക്രമങ്ങൾ കോടതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ആടിയ നെയ് ശിഷ്ടം തട്ടിപ്പ് ഹൈക്കോടതിക്ക് മുമ്പാകെ വരുന്നത്. അതിൽ വിജിലൻസിനോട് വിശദമായി അന്വേഷിക്കാൻ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത്. ആടിയ നെയ് ശിഷ്ടം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 21,39,000 രൂപയുടെ ക്രമക്കേട് പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. 33 പ്രതികളാണുള്ളത്. അതിൽ ക്ഷേത്രം സ്പെഷ്യൽ ഓഫീസർമാരടക്കമുള്ള ആളുകൾ പ്രതികളായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്ന്, ഈ പ്രസാദം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഈ കണക്കുകൾ സൂക്ഷിക്കുന്നത് ഗുരുതര വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പെട്ടിക്കടയിൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ കണക്കുകൾ സൂക്ഷിക്കും എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് കണക്കുകൾ സൂക്ഷിക്കാൻ കൃത്യമായ ശാസ്ത്രീയമായ രീതി അവലംബിക്കാൻ നിർദ്ദേശങ്ങൾ, 8ഓളം വരുന്ന നിർദ്ദേശങ്ങൾ കൂടി ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. 45 ദിവസത്തിനകം തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകം. തെരഞ്ഞെടുപ്പ് ഡീൽ എന്ന ആരോപണം ഉന്നയിച്ച് ക്രൈസ്തവ സഭകളും പ്രതിപക്ഷവും സർക്കാരിനെതിരെ
സമരത്തിനെതിരെ രംഗത്തെത്തി. സമയമാറ്റം പ്രതിപക്ഷം കൂടി അറിഞ്ഞാണെന്ന എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ വാദം വി.ഡി. സതീശൻ തള്ളി. സമയമാറ്റത്തിൽ LDF-ഉം UDF-ഉം അഴിമതി നടത്തിയെന്നാണ് BJP-യുടെ ആരോപണം. ബാറുകളുടെ സമയമാറ്റം ഇന്ന് മുതലാണ് നടപ്പിലാകുക. പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയാക്കി ചട്ടം ഭേദഗതി ചെയ്തതാണ് പ്രതിപക്ഷ വിമർശനത്തിന് ഇടയാക്കിയത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000-ത്തിലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. എല്ലായിടത്തും റീറ്റെയിൽ ഔട്ട്ഷോപ്പാണ്. മദ്യത്തിൻ്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും എന്നത് ഞങ്ങളുടെ കൂടി നിലപാടാണ്, ശക്തമായ നിലപാടാണ്. ഗവൺമെന്റിന്റെ മദ്യനയം വ്യക്തതയില്ലാത്തതാണ്. അതിൽ അവർ ഓരോ സമയത്തും പരിഷ്കാരങ്ങൾ എന്ന പേരിൽ ആർക്കു വേണ്ടിയാണ് നിലപാട് സ്വീകരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തേതും തെറ്റായ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ബാർ സമയമാറ്റം പ്രതിപക്ഷത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് തിരിച്ചടിച്ചു. പ്രതിപക്ഷത്തിന് ഇത് അറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്ന് മന്ത്രിയോട് പ്രതിപക്ഷ നേതാവ്. അതൊക്കെ കയ്യിൽ വെച്ചാൽ ഇത് ബ്രൂവറിയിൽ എന്താ ചെയ്തത്? ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയെന്നത് തെറ്റായ പ്രചാരണമാണെന്നും ടൂറിസം കേന്ദ്രങ്ങളിലെ സമയക്രമം എല്ലായിടത്തും ബാധകമാക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി. ക്രൈസ്തവ സഭാ നേതാക്കൾ മദ്യനയ ഭേദഗതിയിൽ സർക്കാരിനെതിരെ രംഗത്തെത്തി. മനുഷ്യനെ ദരിദ്രമാക്കുന്ന ചുറ്റുപാടുകൾ സർക്കാർ കൂടുതൽ വിശാലമാക്കി കൊടുക്കുന്നു. അത് തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു കാര്യമാണ്. മദ്യവർജനത്തിന് വേണ്ടിയിട്ട് സർക്കാരുകൾ നിലനിൽക്കണം. അതേസമയം ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള തീരുമാനം ആസൂത്രിതമെന്നാണ് വേഗത്തിലുള്ള ഫയൽ നീക്കം വ്യക്തമാക്കുന്നത്. പ്രവർത്തന സമയം കൂട്ടാനുള്ള ഉടമകളുടെ ആവശ്യത്തോട് വളരെ വേഗമാണ് സർക്കാർ പ്രതികരിച്ചത്. സെപ്റ്റംബറിൽ ആവശ്യമുന്നയിക്കുന്നു, ഒക്ടോബറിൽ ഫയൽ തുറക്കുന്നു. ഇക്കഴിഞ്ഞ ജാനുവരി 28-ന് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചുവരുത്തി അംഗീകാരം നൽകുന്നു. അങ്ങനെ ചട്ടഭേദഗതി അതിവേഗം പ്രാബല്യത്തിലാവുകയായിരുന്നു. എന്നാൽ ഫയൽ നീക്കം വേഗത്തിലല്ല എന്നാണ് മന്ത്രിയുടെ വാദം. ന്യൂസ് ഡെസ്ക് 24. വിവാദ ചിത്രം ദ കേരള സ്റ്റോറി 2ാം ഭാഗത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷ പാരമ്പര്യത്തെ അവഹേളിക്കാൻ ലക്ഷ്യമിട്ടുള്ള സിനിമയെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. സാഹോദര്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന കേരള മാതൃകയെ ഭയപ്പെടുന്നവരാണ് സിനിമയ്ക്ക് പിന്നിൽ. സംഘപരിവാർ കേന്ദ്രങ്ങൾ നാടിന്റെ ശാന്തിയിലും സമാധാനത്തിലും വിഷം കലക്കാൻ ശ്രമിക്കുന്നു. വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് കേരളത്തിന്റെ മതേതര അടിത്തറ തകരില്ല. അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ഓരോരുത്തരുടെയുമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ഭരണകാലത്തെ അഴിമതികൾ എണ്ണിപ്പറഞ്ഞ CPIM പ്രചാരണത്തിനായി വെബ്സൈറ്റ് ആരംഭിച്ചു. UDF-ന്റെ കടക്കുപുറത്ത് ക്യാമ്പയിന് ബദലായാണ് പ്രചാരണം. UDF കാലത്തെ അഴിമതിയും വികസന മുരടിപ്പും വെബ്സൈറ്റിലൂടെ പ്രചരിപ്പിക്കുമെന്നാണ് CPIM കേന്ദ്രങ്ങൾ പറയുന്നത്. തിരുവനന്തപുരം കൊയ്ത്തൂർ കോണത്ത് കോടതി ഉത്തരവ് ലംഘിച്ച് അനധികൃത നിർമ്മാണം എന്ന് പരാതി. CPIM ജില്ലാ സെക്രട്ടറിയുടെ അറിവോടെയാണ് നിർമ്മാണം നടക്കുന്നത് എന്നാണ് ആരോപണം. റോഡ് വികസനത്തിന്റെ ഭാഗമായി PWD നഷ്ടപരിഹാരം നൽകിയ ഭൂമിയിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ കൊയ്ത്തൂർക്കോണം വാർഡിൽ താമസിക്കുന്ന OG പ്രവീണാണ് പരാതിക്കാരൻ. തന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിന് മുൻവശത്തായി CPIM നേതൃത്വത്തിൽ അനധികൃതമായി നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നു. പൊതുമുതൽ നശിപ്പിക്കുന്നു തുടങ്ങിയവയാണ് പോത്തൻകോട് പോലീസിന് നൽകിയ പരാതിയുടെ ഉള്ളടക്കം. റോഡ് വികസനം പ്രാബല്യത്തിലായപ്പോൾ പരാതിക്കാരന്റെ വസ്തുവിനും CPIM ഉടമസ്ഥതയിലുള്ള വസ്തുവിനും നഷ്ടപരിഹാരം ലഭിച്ചതാണ്. ഇവിടെ എൻ്റെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് സർവേ കല്ല് പെഴുതു മാറ്റി. അത് മെയിനായിട്ട് അതൊരു ക്രിമിനൽ ഒഫൻസാണ്. ഞാൻ ഫ്യൂച്ചറിൽ ഞാനിതിൽ പ്രതിയാവും. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സർവേ കല്ല് പെഴുതു മാറ്റി എന്ന് പറഞ്ഞാൽ ഞാനാണ് പ്രതിയാവുന്നത്. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചത്. എനിക്ക് 1.75 കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗവൺമെൻറ്റിൽ നിന്ന് 1.75, ഈ പ്രോപ്പർട്ടിക്കാർക്ക് 6 lakhs കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സർവേ സ്റ്റോൺ എടുത്ത് മാറ്റിയതിന് ശേഷം ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത് നേരത്തെ ഉള്ളതിനെക്കാട്ടിയും പുറത്തോട്ട്, എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് അതിനെക്കാട്ടിയും പുറത്തോട്ട് ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത് കെട്ടി. വസ്തുവിൽ നിന്ന് നിയമാനുസൃതമായ അകലം പാലിച്ചു മാത്രം നിർമ്മാണമെന്ന കോടതി ഉത്തരവിന്റെ ലംഘനവും നടന്നിട്ടുണ്ടെന്ന പരാതിയുമുണ്ട്. പ്രവൃത്തി നടന്നത് അവധി ദിവസമായതിനാൽ പഞ്ചായത്തിൽ നിന്നടക്കം തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ള നീക്കവും നടന്നു. വസ്തുവിൽ ചേർത്തും റോഡ് കയ്യേറിയും നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കാനുമായി നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പരാതിക്കാരന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. നോക്കാൻ ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഓൺലൈനിൽ ബുക്ക് ചെയ്ത ലാപ്ടോപ്പിന് പകരം ലഭിച്ചത് കല്ല്. കോട്ടയം പൈക സ്വദേശി ഡോൺ ടോമിനാണ് ദുരനുഭവം. കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്തത്തിൽ പോലീസ് കേസെടുത്തു. ജയലക്ഷ്മി സിൽക്സിന്റെ മാനേജറുടെ പരാതിയിലാണ് നടപടി. കോഴിക്കോട് കൊയിലാണ്ടി 20-ാം മൈലിൽ ടോറസ് ലോറിക്ക് അടിയിൽപ്പെട്ട് ബുള്ളറ്റ് യാത്രികൻ മരിച്ചു. പെരുവള്ള സ്വദേശി അഫീസാണ് മരിച്ചത്.
പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. പോലീസുകാർക്ക് ലഭിക്കാനുള്ള അവകാശങ്ങളെക്കുറിച്ചും തിരുവനന്തപുരത്തെ SFI ആക്രമണത്തെക്കുറിച്ചും സംസാരിച്ചപ്പോഴായിരുന്നു വാക്കേറ്റമുണ്ടായത്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ തെരുവുനായ ആക്രമണം, 12 വയസ്സുകാരൻ ഉൾപ്പെടെ കടിയേറ്റു. ശബരിമല തീർത്ഥാടകരെ വഴിയിലിറക്കിവിട്ട KSRTC കണ്ടക്ടർക്കെതിരെ വകുപ്പുതല നടപടി. കണ്ടക്ടർ KN പ്രേമസുധനെ തിരുവനന്തപുരം പൂവാർ ഡിപ്പോയിൽ നിന്ന് കാഞ്ഞങ്ങാട് ഡിപ്പോയിലേക്ക് മാറ്റി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.